വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ ആധാർ കാർഡ് രേഖയായി പരിഗണിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇലക്ടറൽ ഓഫീസർമാരുടെ യോഗത്തിൽ ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച 11 രേഖകൾക്ക് പുറമെയാണ് ആധാറും പരിഗണിക്കുന്നത്. വിവരങ്ങളുമായി ചേരുന്നത് ജിഷ്ണു കൃഷ്ണനാണ്. ജിഷ്ണു, നിർണായകമായ ഒരു തീരുമാനമാണ്. വിവരങ്ങൾ. രാഖി, വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണത്തിന് ആധാർ കാർഡും രേഖയായി ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത്. ബീഹാറിൽ നടത്തിയിട്ടുള്ള തീവ്ര പരിഷ്കരണം, വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം കൂടാതെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സംസ്ഥാനങ്ങൾ കേരളവും തമിഴ്നാടും ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും തുടർന്ന് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിന് തീവ്ര പരിഷ്കരണ നടപടി ഉണ്ടാകും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾക്കും ഒപ്പം ബീഹാർ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആലോചനകൾക്കുമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇലക്ടറൽ ഓഫീസർമാരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നത്. അതിൽ വിശദമായിട്ടുള്ള ചർച്ചകൾ നടന്നു. ആ ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള 11 രേഖകൾക്ക് പുറമെ ആധാർ കാർഡും ഈ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടികൾക്ക് വേണ്ടി രേഖയായി കണക്കാക്കാം, ആധാർ കാർഡും പരിശോധിക്കാം എന്ന തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ സുപ്രീം കോടതിയിൽ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്നും വോട്ടർ പട്ടികയും ഇത്തരത്തിൽ രേഖയായി പരിഗണിക്കണം എന്നൊരു നിർദ്ദേശം കോടതി മുൻപോട്ട് വെച്ചിരുന്നു. അതുകൂടി ഉൾക്കൊണ്ടാണ് വോട്ടർ പട്ടികയിൽ നടത്തുന്ന തീവ്ര പരിഷ്കരണത്തിൽ ആധാർ കാർഡും ഉപയോഗിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും കേരളവും തമിഴ്നാടും ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ് ബീഹാറിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് ഈ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ബംഗാളിൽ ഉൾപ്പെടെ നിലവിൽ തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും ആ നടപടിയെ കണ്ണടച്ചെതിർക്കുകയാണ്. അതായത് BJP നേരത്തെ മുൻപോട്ട് വെച്ചൊരു ആരോപണം, പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി സർക്കാർ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്ക് വോട്ടവകാശം നൽകിക്കൊണ്ട് അവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അനധികൃത വോട്ട് ബാങ്കായി സംരക്ഷിക്കുകയാണ്. അവർക്ക് രാഷ്ട്രീയ പ്രേരിതമായ ലക്ഷ്യങ്ങളുണ്ട്. അത് തെരഞ്ഞെടുപ്പിലൂടെ ആ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് വിജയിക്കാനാണ് മമത ശ്രമിക്കുന്നത് എന്നൊരു ആരോപണം BJP മുൻപോട്ട് വെച്ചിരുന്നു. തീവ്ര പരിഷ്കരണം വോട്ടർ പട്ടികയിൽ നടപ്പാക്കുകയാണെങ്കിൽ അത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാരുൾപ്പെടെ വോട്ടർ പട്ടികയിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ ആധാർ കാർഡ് രേഖയായി പരിഗണിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇലക്ടറൽ ഓഫീസർമാരുടെ യോഗത്തിൽ ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും.